പെയിൻകിളി. ഈ അടുത്ത് കണ്ട ഒരു പടം എന്നെ ഇത്രയും വെറുപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാവശ്യമില്ലാത്ത കഥാപാത്രങ്ങളും ഏച്ചു കിട്ടിയ കോമഡിയും ഓവർ ആക്ടിങ്ങും എന്ന് വേണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ തൊലി ഉരിഞ്ഞു പോകാൻ പാകത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ പടത്തിലുണ്ട്. ഈ പടത്തിൽ കോമഡി അങ്ങൊക്കെ വർക്കാവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ത്രെഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ ആക്കാൻ ശ്രമിച്ചിട്ട് എങ്ങോട്ടൊക്കെയോ വലിച്ചു നീട്ടി നശിപ്പിച്ച് കളഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം തന്നെ ഈ പടത്തിന്റെ ഫ്ലോ കളഞ്ഞ 2 കഥാപാത്രങ്ങളുടെ കാര്യം പറയാം. ഒന്ന് LJP, ലിജോ ജോസ് പല്ലിശ്ശേരി. ഇങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ്റെയോ യാതൊരു ആവശ്യമില്ലായിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു ചില്ലറ വെറുപ്പിലല്ല, നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. നമ്പർ 2 റിയാസ് ഖാൻ. ഒരു കാര്യമില്ല, ലിജോയുടെ അത്ര റിയാസ് ഖാൻ വെറുപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ 2 കഥാപാത്രങ്ങളുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഈ സിനിമയിലില്ല. ഈ കഥയുടെ ഫ്ലോ കളയ മാത്രമാണ് ഈ 2 കഥാപാത്രങ്ങൾ ചെയ്തത്. അതുമാത്രമല്ല കോമഡിയൊക്കെ നല്ല ഓവർ ആക്കിയിട്ടുണ്ട്. ഈ 2 കഥാപാത്രങ്ങൾ ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പടം എനിക്കൊന്ന് ഈ സ്റ്റോറി കുറച്ചും കൂടെ മെനയായനെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മെയിൻ കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ 3 പേരാണ്: സജിൻ, റോഷൻ, ചന്തു. ഇതിലെ റോഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രത്യേകിച്ച് വെറുപ്പിച്ചിട്ടില്ല പുള്ളി. പിന്നെ ചന്തുവിൻ്റെ ക്യാരക്ടർ അധികം വെറുപ്പിച്ചില്ലെങ്കിൽ പോലും ഒട്ടും രസമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നായകനായിട്ടുള്ള സജിൻ്റെ കഥാപാത്രം ഒരുപാട് സ്ഥലങ്ങളിൽ ഓവർഡോ ചെയ്തിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അസാധ്യ പെർഫോമൻസ് തന്നെയാണ് സജിൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ ഇച്ചിരി ഓവറായിട്ട് തോന്നുന്ന സീൻസിലെ പെർഫോമൻസ് സജിനെ സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റത്തില്ല. പുള്ളി എക്സെപ്ഷണലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പുള്ളിയുടെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടറിനെ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിനെ ഇതിന് കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. ആ രീതിയിലാണ് ഇതിനെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണുന്നവർക്കൊരു നല്ല കല്ല് കടിക്കുന്ന രീതിയിൽ ഈ പലപ്പോഴും ഈ കഥാപാത്രം തോന്നുന്നത്. ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് ഈ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫേസ്ബുക്കിലെ തന്തവൈബ് ഗ്രൂപ്പുകളുടെ അഡ്മിനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പുള്ളിയുടെ ഒരു പ്രത്യേകതരം നടത്തവും അതുപോലെ തന്നെ പ്രത്യേകതരം ചേഷ്ടകളൊക്കെ ഉണ്ട് ഈ കഥാപാത്രത്തിന്. പക്ഷെ അത് സിനിമ തുടങ്ങുമ്പോഴുള്ളൂ. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ സജിൻ്റെ കഥാപാത്രം നോർമലായിട്ട് ബിഹേവ് ചെയ്യും. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഈ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ കയറി വരും. ഇത് ഏറ്റവും അവസാനം ക്ലൈമാക്സിൻ്റെ സ്ഥലത്താണ് ഇത് ഏറ്റവും ഭയങ്കരമായിട്ട് ഈ മാനറിസങ്ങളെല്ലാം കയറി വരുന്നത്. അത് പല സ്ഥലത്തും ഓവറായിരുന്നു. അതുപോലെ തന്നെ അനശ്വരയുടെ കഥാപാത്രം, ഈ കഥാപാത്രം ഒരുപാട് പ്രാവശ്യം ഈ പടത്തിൽ ഒളിച്ചോടുന്നുണ്ട്. എന്തിനാണ് ഒളിച്ചോടുന്നതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല. ഒരുപക്ഷെ ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും അതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനശ്വര അഭിനയിച്ചിരിക്കുന്നത് ചില സമയത്ത് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്, ചില സമയത്ത് കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവരുടെ ഈ ഒളിച്ചോട്ടവും അവസാനം ഈ ക്ലൈമാക്സിലേക്ക് വരുമ്പം എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലായാലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൊന്ന് പറഞ്ഞു തരണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരൊറ്റ ഒളിച്ചോട്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ആ റിയാസ് ഖാനെയും LJP ഒക്കെ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞിരുന്നുണ്ടെങ്കിൽ പടം ഒരുവിധം മെനയായനെ. ബാക്കിയൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ആവശ്യമില്ലാത്ത ഈ ഓവർ കോമഡി കൊണ്ടുവരാൻ വേണ്ടി കാണിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെറുപ്പീരായിട്ട് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു ഓവർ ആക്ടിങ് ആണ് ജസ്മ. ഇവരുടെ ഒരു പണ്ടത്തെ ഒരു സീരീസ് ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് ഒരു ഭയങ്കര ഓവറായിട്ടാണ് തോന്നിയത്. ഈ പടത്തിലും പല സ്ഥലങ്ങളിലും ഭയങ്കര ഓവർ ആക്ടിങ്, അതായത് അഭിനയിച്ച് മറിക്കുന്നതായിട്ടാണ് എനിക്ക് ഈ പടത്തിൽ തോന്നിയത്. ടെക്നിക്കലിയോ അല്ലെങ്കിൽ വിഷ്വലിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ഈ പടം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പാട്ടുകളാണ്, കേൾക്കാൻ നല്ല രസമുള്ള പാട്ടുകളാണ്. പൈങ്കിളിയിലെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ഒരു പാട്ടിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൽ മൂഞ്ചി മൂഞ്ചി മൂഞ്ചിയിൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഇത്രയും അതപ്പതിച്ച ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ ഈ അടുത്തും കണ്ടിട്ടില്ല. ഈ മൂഞ്ചി മൂഞ്ചിയിൽ നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ആ നായകൻ്റെ ഒരവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയായിരുന്നു. പക്ഷേ ഈ പാട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് തൂറലാം തൂറലാം എന്ന് പറഞ്ഞിട്ട് എടുത്തെടുത്ത് പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പണ്ണലാം പണ്ണലാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിറിക്സ് മാത്രം ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ്. കോമഡിക്ക് ഇത്രയ്ക്ക് ദാരിദ്ര്യമോ? ഇങ്ങനത്തെ തീട്ട കേസുകൾ കേട്ടിട്ട് ചിരിക്കുന്ന ഒരു നിലവാരം മലയാളി പ്രേക്ഷകർക്കുള്ളൂ എന്നാണോ ഇതിൻ്റെ വരി എഴുതിയവർക്കോ അല്ലെങ്കിൽ ഈ സിനിമ എടുത്തവരോ കഴുതിയിരിക്കുന്നത്? എന്ത് തേങ്ങയായാലും ശരി, നല്ല ദുരന്തമായിട്ടുണ്ട്. എന്തായാലും പൈങ്കിളി എന്ന് പറഞ്ഞ പടം കണ്ടുകൊണ്ടിരുന്നിട്ട് പലപ്പോഴും എൻ്റെ കിളി പറന്നുമാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്താണ് ഈ പടം കണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.